അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനേ. അപ്പോൾ വളം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. ചെടിയുടെ മഞ്ഞളിപ്പിനും ഇല കൊഴിച്ചിലിനും പൂ കൊഴിച്ചിലിനും ഒക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളകിന് ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ. വെൽക്കം ടു അവർ ചാനൽ. നോക്കിയാൽ നമ്മുടെ കാന്താരിയൊക്കെ നല്ല ഭംഗിയായിട്ട് കിളത്ത് നിൽക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് നമ്മൾ നട്ടിരിക്കുന്നതെല്ലാം നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, പച്ചമുളക് ഇപ്പോൾ എല്ലാം നന്നായിട്ട് കിളുത്ത് വന്നു, ഇനി പൂവിടുന്നുണ്ട്, പൂ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പച്ചമുളക് പൂവിട്ട് വരുമ്പോൾ അത് കൊഴിഞ്ഞു പോകാതെ നല്ല അടിപൊളിയായിട്ട് വളരാനുള്ള ഒരു വളവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് നിങ്ങളുടെ കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നോക്കി ഇത് കണ്ടോ, നമ്മുടെ പച്ചമുളക് നമ്മൾ വെച്ച ഇതിൻ്റെ തുടക്കം മുതലുള്ള വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുള്ളതാണ്. പച്ചമുളക് നടുന്ന വീഡിയോ മുതൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഇപ്പോൾ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പൂ വരുന്ന സമയത്ത് നോക്കിയാൽ ഇതിനെല്ലാം ഇപ്പോൾ പൂ വന്നു. ഇപ്പോൾ പൂ വന്നത് ചിലതൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് പൂ കൊഴിഞ്ഞു പോകുന്നു. ഇപ്പം ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതെന്ന് പറയുമ്പോൾ, ഇത് കൊഴിഞ്ഞു പോകുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ തണ്ട് വിടുണ്ട്, അത് പച്ചമുളകായിക്കോളും. പക്ഷെ അതല്ലാതെ തണ്ടോടുകൂടി കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് പച്ചമുളകാകത്തില്ല. അപ്പോൾ ഇത് പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ ഇതുപോലെ നിറച്ച് നോക്കിയാൽ നിറയെ കാന്താരിയാണ്. ഇത് മുഴുവൻ നുള്ളി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ തൈ നമ്മൾ റെഡിയാക്കുന്നുണ്ട്. തൈ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാം. ഇത് പൂ കൊഴിയാതെ നല്ല അടിപൊളിയായിട്ട് വളർത്താനായിട്ട് നമുക്ക് കുറച്ച് പരിപാടികൾ നമുക്ക് ചെയ്യാം. അപ്പോൾ അത് വീട്ടിൽ തന്നെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കതെല്ലാം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ സീറോ കോസ്റ്റിൽ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാവുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മളിതിന് ഒരു മരുന്നാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ആ മരുന്ന് സ്പ്രേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പച്ചമുളകെല്ലാം ഇപ്പോൾ റെഡിയായി, നിറയെ ശിഖരങ്ങളൊക്കെ വന്ന് നോക്കി ഒരു തയ്യേ നട്ടിട്ടുള്ളൂ നമ്മൾ. പക്ഷേ നോക്കി നിറയെ ശിഖരങ്ങൾ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിറയെ മുട്ടുകളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വളമിടുന്ന വീഡിയോയും ഇതിൻ്റെ കീടനാശിനി പ്രയോഗമൊക്കെ നമ്മൾ നടത്തിയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള കളകളെല്ലാം പറിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഇത് ചാണകപ്പൊടിയാണ് കേട്ടോ. എനിക്ക് നല്ല ഭസ്മം പോലെ പൊടിഞ്ഞ ചാണകപ്പൊടിയാണ്. അപ്പോൾ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക നല്ലതാണ്. കാരണം പൊടിയാകുമ്പോൾ മണ്ണിൽ നന്നായിട്ട് ലയിച്ച് ചേരാനും പെട്ടെന്ന് വേര് ഈ വളം വലിച്ചെടുക്കാനും ഒക്കെ ഈ പൊടിയാകുമ്പോൾ നല്ലതാണ്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കി കൊടുക്കണം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ വേര് പൊട്ടാതെ വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ചെടിയുടെ അടുത്തോട്ട് പോകാതെ ചട്ടിയുടെ അകലത്തിൽ, ചട്ടിയുടെ സൈഡിൽ വെച്ച് നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ കീടശല്യങ്ങളൊന്നും ഉണ്ടാകാതെ നല്ല ആരോഗ്യത്തോടുകൂടി ചെടികൾ നിന്നാൽ തന്നെ കീടശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഞാൻ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ എപ്സം സോൾട്ടാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ചെടിയുടെ അതായത് ഇലകളിലെയൊക്കെ സെൽ വോളൊക്കെ നല്ല ഭംഗിയായിട്ട് വളരാനും നല്ല പച്ചപ്പുണ്ടാകാനും ചെടി ആരോഗ്യത്തോടുകൂടി വളരാനായിട്ട് നമുക്ക് ഈ എപ്സം സോൾട്ട് നല്ലതാണ്. അപ്പോൾ പൂവൊന്നും കൊഴിഞ്ഞു പോകാതിരിക്കാനായിട്ട് എപ്സം സോൾട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് മഗ്നീഷ്യം സൾഫേറ്റാണിത്. അപ്പോൾ നിങ്ങൾ കടകളിൽ ചെന്ന് വാങ്ങിച്ചാലും എപ്സം സോൾട്ട് എന്ന് പറയണമെന്നില്ല, മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ 25 രൂപയുള്ളൂ കിലോയ്ക്ക്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതൊരു ചെറിയ പിടി നമ്മൾ അതും ഇട്ട് കൊടുക്കണേ. ഇത് നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ അകത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് ഏത് വളമിട്ട് കഴിഞ്ഞാലും നമ്മൾ വെള്ളം ഒഴിക്കാൻ മറന്നു പോകരുത്. അപ്പം ചെടിയുടെ മഞ്ഞളിപ്പിനും ഇല കൊഴിച്ചിലിനും പൂ കൊഴിച്ചിലിനും ഒക്കെ ഈ എപ്സം സോൾട്ട് ഇടുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ പച്ചമുളകിന് ഇത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് കാൽസ്യം കൊടുക്കണം. നമ്മുടെ കയ്യിൽ കുമ്മായം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടത്തോട് ഉണ്ടെങ്കിൽ ആ മുട്ടത്തോട് ഇതിന് പൊടിച്ച് മിക്സിയിൽ തന്നെ പൊടിച്ചിട്ട് കൊടുക്കണം. കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ല, മിക്സിയിൽ തന്നെ പൊടിച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ ചെടിയിൽ നല്ല ആരോഗ്യമായിട്ട് വളരുകയും നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് ചെടികൾ വളരും. ഹെൽത്തി ആയാൽ തന്നെ കീടശല്യം കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നടുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിലുള്ള കീടശല്യത്തിൻ്റെ എല്ലാം വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി മൈക്രോ ന്യൂട്രിയൻസ് നമ്മളിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മൾ ശരിക്കും ജൈവ രീതിയിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് മൈക്രോ ന്യൂട്രിയൻ്റായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് അമിനോ ആണ് കേട്ടോ. ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും. ഫിഷ് അമിനോ ചെടികളുടെ വളർച്ചയ്ക്കും
പൂകൊഴിച്ചിലിനും ഇല കൊഴിച്ചിലിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ തുടക്കത്തിലേ പൂകൊഴിച്ചിലൊക്കെ മാറാനും അതുപോലെ തന്നെ പൂകൊഴിച്ചിൽ എപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതുപോലെ വലിയ ചെടികളൊക്കെ ആണെങ്കിലും അതിന് നല്ല രീതിയിൽ വളരാനും നല്ല പച്ചപ്പ് കിട്ടാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഫിഷ് അമിനോ നല്ലതാണ്. നൈട്രജൻ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പലർക്കും അറിയായിരിക്കും ഫിഷ് അമിനോ എന്ന് പറയുന്നത് മീനും ശർക്കരയും കൂടെയുള്ള ഒരു മിക്സറാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കടൽ മീൻ അല്ലെങ്കിൽ മത്തിയാണ് ഏറ്റവും നന്നായിട്ട് ഇതിന് പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് ഫിഷ് ഉണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ മീനും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ച് ഒരു 15 അല്ലെങ്കിൽ 30 ദിവസം വരെയൊക്കെ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇതെടുക്കാം. ഇത് സൂപ്പറാണ്, അടിപൊളിയായിട്ട് ചെടികൾക്ക് പെട്ടെന്നാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് നമുക്ക് ബോട്ടിൽ വരുന്നതാണ്. ഇത് നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാം. അടച്ച് തന്നെ വെക്കണം, വെറുതെ വെച്ചേക്കരുത്. അടച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഇതിനെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫിഷ് അമിനോയുടെ കണക്കെന്ന് പറയുന്നത് 5 ml 1 ലിറ്റർ വെള്ളം. ഇത് ജൈവമാണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ നിൽക്കരുത്. അതായത് 10 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കാനായിട്ട് നിൽക്കരുത്. 5 ml മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇതിൻ്റെ ഡോസൊക്കെ കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇലയിൽ ചിലപ്പം ഇല കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 5 ml 1 ലിറ്റർ വെള്ളം ആ രീതിയിൽ മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മൾ 5 ml എടുക്കുക. ഞാനിപ്പോൾ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, അതിനകത്തേക്കാണ് ഞാനിതിപ്പം എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനേ. അപ്പോൾ ഇത് നമുക്ക് സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് ഇപ്പോൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ 5 ലിറ്ററിൻ്റെ ഒരു സ്പ്രെയറാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 ലിറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്റർ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതുപോലൊരു സ്പ്രെയർ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നമ്മുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഇത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും. നമുക്ക് നല്ല ഉപകാരമാണ്. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു 5 ലിറ്ററിൻ്റെ സ്പ്രേ ആയതുകൊണ്ട് തന്നെ നമുക്കിത് മിച്ചമുള്ള ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. വലിയ ഹാൻഡിലും നോസിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അടിയിലും ഒക്കെ സ്പ്രേ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ജൈവ കീടനാശിനിയൊക്കെയാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് ഓരോ ഇലയുടെ അടിയിലും നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പൂവുള്ള ഭാഗത്തെല്ലാം നമുക്ക് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെടിയെ കുളിപ്പിച്ച് തന്നെ എടുക്കണേ. അപ്പോൾ ഈ സ്പ്രെയർ ഒരു സ്ഥലത്ത് വെച്ചിട്ട് തന്നെ നമുക്കിതെല്ലാം ചെയ്യാം. അപ്പോൾ ഇത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് സൂക്ഷിച്ച് വെച്ചാലും കുഴപ്പമില്ല. പിന്നെ സൂക്ഷിച്ച് വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ നോസിലിനകത്ത് ഇത് ചിലപ്പോൾ അടിഞ്ഞ് കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്പ്രെയറിന് കംപ്ലൈൻറ്റ് ആകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നോക്കി ഈ കാന്താരിയൊക്കെ എങ്ങനെയുണ്ട്, അടിപൊളിയാണോ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറികളുണ്ടെന്നും എന്തൊക്കെയാണ് നിങ്ങൾ വളം ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും ഒക്കെ ഉപകാരമാകും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാനായിട്ടും ഞാൻ 5 ml എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങളുടെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഫിഷ് അമിനോ വേണമെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഞാനിത് തരാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ നമ്മൾ റീൽസ് ഇടുന്നുണ്ട് ഇതിൻ്റെ എല്ലാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജുള്ളവരതൊന്ന് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതെല്ലാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. മഴയാണെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കേണ്ട. നമ്മുടെ പച്ചമുളകിലാണ് ഏറ്റവും കൂടുതൽ വിഷവും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഡെയിലി ഇപ്പോൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാനാണെങ്കിൽ നമ്മൾ പച്ചയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പച്ചയ്ക്ക് ഉപയോഗിക്കുന്ന സാധനമാണ്, വിഷമൊന്നുമില്ലാതെ നല്ല പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തൽക്കാലം നിർത്താൻ വീണ്ടും നല്ലൊരു വീഡിയോയിലോ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.